ഹായ് നമ്മുടെ എല്ലാ എക്സാമിന് നമ്മൾ അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കാത്ത പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാത്സിലെ ഒരു ചോദ്യമായിട്ടാണ് മാഷ് വരുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്കിതുപോലെ സ്ക്വയർ ഒരു സമചതുരം തരും. അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയ ചെറിയ കുറേ സമചതുരങ്ങൾ കുറേ സ്ക്വയറുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ ആകെ എത്ര സ്ക്വയറുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ ചോദ്യം പല രൂപത്തിലും തരാട്ടോ. അപ്പോൾ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ശരിക്കുള്ള വഴിയും ഒരു ട്രിക്കും മാഷ് പറഞ്ഞു തരുന്നുണ്ട്. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്ത് വെക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. ആ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ LSS കുറിച്ചുള്ള എല്ലാ പേടിയും മാറും. കാരണം അതിൽ എല്ലാ വിഷയത്തിനും ലൈവ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ വിഷയത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഒരൊറ്റ ലൈവിലുണ്ടായിരിക്കും. ഇപ്പോൾ 26-ാം തീയതിയും 25-ാം തീയതിയൊക്കെ ലൈവുകളുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ ആരും മിസ്സാക്കാതിരിക്കുക. വൈകുന്നേരം കൃത്യം 7 മണിക്കായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ LSSന് വേണ്ടിയിട്ടുള്ള പ്രധാന നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഉത്തരം ചെയ്യാനുള്ള എളുപ്പമായി എന്ന് മാഷ് ആദ്യം പറഞ്ഞു തരട്ടെ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ എത്ര സ്ക്വയറുകളുണ്ട്, ഇതിൽ എത്ര സമചതുരങ്ങൾ ആകെ ഈ ചിത്രത്തിലുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമായി മാഷ് ആദ്യം പറഞ്ഞുതരാം. ഇതിൽ എത്ര സ്ക്വയറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ താഴത്ത് എത്ര സമചതുരങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് ആദ്യം നോക്കുക. ഒന്നാമത്തെ സമചതുരം അതിൻ്റെ ഒരു വരി ഉണ്ട് ഇവിടെ, രണ്ടാമത്തത് അതിൻ്റെ ഒരു വരി തന്നെ ഉണ്ട് ഇവിടെ, മൂന്നാമത്തത് അതിൻ്റെ ഒരു വരി തന്നെ ഉണ്ട് ഇവിടെ അല്ലേ. അങ്ങനെ ഓരോ വരിക്കും താഴെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഒന്നാമത്തെ വരിക്ക് താഴെ 1x1 എന്ന് എഴുതുക. പിന്നെ രണ്ടാമത്തെ വരിക്ക് താഴെ 2x2 എന്ന് എഴുതുക. മൂന്നാമത്തെ വരിക്ക് താഴെ 3x3 എന്ന് എഴുതുക. ഇനി നാലാമത്തെ ഒരു വരി ഉണ്ടെങ്കിൽ അതിന് താഴെ 4x4 എന്ന് എഴുതുക. അങ്ങനെ എഴുതിയതിനു ശേഷം ഇവിടെ 3 വരികളുള്ളൂ. അപ്പോൾ ഞാൻ 3x3 വരെ എഴുതി. അങ്ങനെ എഴുതിയതിന് ശേഷം ഇതിലുള്ള ഓരോന്നിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. 1x1 ഉത്തരം എന്താണ്? 1. 2x2 ഉത്തരം എന്താണ്? 4. 3x3 ഉത്തരം എന്താണ്? 9. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 1ഉം 4ഉം കൂട്ടിയാൽ 5, 5ലോട്ട് 9 കൂട്ടിക്കഴിഞ്ഞാൽ 14 നമുക്ക് കിട്ടും. 14 സ്ക്വയറുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ ഇതേ ട്രിക്ക് വെച്ചിട്ട് നമുക്കിത് ഈ ചിത്രത്തിൽ എത്ര സ്ക്വയറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലോ, എത്ര സമചതുരങ്ങളുണ്ട് കണ്ടുപിടിച്ചാലോ. സമചതുരത്തിന്റെ പ്രത്യേകം മറക്കണ്ട കേട്ടോ. സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഒരേ നീളമുള്ള റെക്ടാങ്കിൾ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണ് സ്ക്വയർ. എല്ലാ സൈഡും ഒരേ നീളമുള്ള ചതുരത്തിന് വിളിക്കുന്ന പ്രത്യേക പേരാണ് സമചതുരം. ഇതിനുള്ളിൽ എത്ര ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ മാഷ പറഞ്ഞതേപോലെ തന്നെ ഒന്നാമത്തെ വരിന് താഴെ 1x1, രണ്ടാമത്തെ വരിക്ക് താഴെ 2x2, മൂന്നാമത്തെ വരിക്ക് താഴെ 3x3, നാലാമത്തെ വരിക്ക് താഴെ 4x4. എന്നിട്ട് ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക, എല്ലാം കൂടെ കൂട്ടുക അല്ലേ. 1x1 ഉത്തരം 1, 2x2 ചെയ്താൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും, 3x3 ചെയ്താൽ നമുക്ക് 9 എന്നുള്ള ഉത്തരം കിട്ടും, 4x4 ചെയ്താൽ നമുക്ക് 16 എന്നുള്ള ഉത്തരം കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 1 കൂട്ടണം 4 5, 5 കൂട്ടണം 9 14, 14 കൂട്ടണം 16 30 എന്ന് ഉത്തരം കിട്ടും. 30 സ്ക്വയറുകളാണ്, 30 സമചതുരങ്ങളാണ് ഈ ചിത്രത്തിൽ ആകെ ഉള്ളത്. ഈ മാഷ് ഒരു കാര്യം പറയട്ടെ, ഈ ട്രിക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മാത്രം. ഞാൻ കാണിച്ചിട്ടുള്ള ഇതുപോലെ തന്നെയുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇതുപോലെ എണ്ണി നോക്കാനുള്ള മറ്റു ചില ചോദ്യം തരും. അപ്പോൾ അതിനും ഇതേ ട്രിക്ക് ഉപയോഗിച്ചാലോ ചോദ്യം തെറ്റിപ്പോവും. അപ്പോൾ ഓരോ ട്രിക്കിനും ഓരോ ചോദ്യത്തിനും ഓരോ ട്രിക്ക് പഠിച്ചു വെക്കാന്ന് വെച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഏത് എണ്ണി നോക്കാനുള്ള ചോദ്യം തന്നാലും അതിന് ഉത്തരം കാണാൻ എളുപ്പമാർഗ്ഗം എന്താണ്? അത് എണ്ണി നോക്കലാണ്. അത് എണ്ണി നോക്കേണ്ട വഴി കാണലാണ്. എണ്ണി നോക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്താ, ഇതുപോലെ എണ്ണി നോക്കാനുള്ള ഏത് ചോദ്യം തന്നാലും നമുക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ. മറക്കണ്ട, ഇതേപോലുള്ള ചിത്രം തന്നെ തന്നിട്ട് ഇതേപോലെ തന്നെ എത്ര സ്ക്വയറുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിക്ക് ഉപയോഗിക്കാം. അല്ലാതെ വേറെ എന്തെങ്കിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കിയിട്ട് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തണോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എണ്ണി നോക്കിയിട്ട് ഇതിന് ഉത്തരം നമുക്ക് നോക്കാം. നമുക്ക് ഉത്തരം കിട്ടിയത് 14 എങ്ങനെ ഇതിനുള്ളിൽ 14 സ്ക്വയറുകൾ വന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്ക്വയറുകൾ നോക്കാം. ഇതേ ഇവിടെ ഒന്നാമത്തെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ മൂന്നാമത്തെ സ്ക്വയർ സമചതുരം ഉണ്ട്, ഇവിടെ നാലാമത്തത് 5 6 7 8 9 സ്ക്വയറുകൾ, 9 സമചതുരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് മനസ്സിലായി. ഈ ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? ഇതേ
നമ്മൾ ഈ സ്ക്വയറുകളൊക്കെ അടുക്കി വെച്ചത്, ഈ സമചതുരങ്ങളൊക്കെ അടുക്കി വെച്ചത് എന്തിൻ്റെ ഉള്ളിലാണ്? ഒരു വലിയ വേറൊരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ഈ സമചതുരങ്ങളൊക്കെ അടുക്കി വെച്ചത്. ഇതെന്താ? ഒരു സ്ക്വയർ തന്നെയാണ്. ഇത് നേരെ 3 എണ്ണം, കുത്തനെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, എല്ലാ സൈഡിലും ഒരേ നീളം വന്നിട്ടുള്ള റെക്ടാങ്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്ക്വയർ, സമചതുരം അല്ലേ? അപ്പൊ പുറത്ത് വേറൊരു സ്ക്വയർ ഉണ്ട്, ഉള്ളിൽ 9 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടി അടുക്കി വെച്ചത് വേറൊരു വലിയ സ്ക്വയറിനുള്ള 10 എണ്ണമായി. ഇനി ബാക്കിയുള്ള 4 എണ്ണം എവിടെ? ഇതിനുള്ളിൽ ആകെ 14 എണ്ണം ഉണ്ടെന്ന് മാഷ് പറഞ്ഞു. ബാക്കിയുള്ള 4 എണ്ണം എവിടെ? ബാക്കിയുള്ള 4 എണ്ണം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, 2 എണ്ണം നേരെയും 2 എണ്ണം കുത്തനെയും. അങ്ങനെ 2 എണ്ണം വീതം എടുത്തിട്ട് നമുക്ക് വേറൊരു സ്ക്വയർ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ എത്ര എണ്ണമായി? 11 എണ്ണമായി. ഇനി ഇതേ വീണ്ടും ഇനി ഇപ്പൊ നമ്മൾ എടുത്തത് ഇങ്ങനെ 2 എണ്ണം വീതം. ഇനി ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും 2 എണ്ണം വീതം എടുക്കാൻ വേണ്ടി കഴിയും. 2 എണ്ണം 2 എണ്ണം. അപ്പൊ ഇവിടെ 2 എണ്ണം വീതമുള്ള ഒരു സ്ക്വയർ കിട്ടി. ഇത് ഇപ്പുറത്തോട്ട് വേറൊന്നും കിട്ടി. അപ്പൊ ഇവിടെ ഒന്നുണ്ട്, അതുപോലെ ഇവിടെ ഒന്നുണ്ട്. അപ്പൊ വേറെ 2 എണ്ണം കൂടെ നമ്മൾ കണ്ടെത്തി. പാകം എത്ര എണ്ണായി? 12 എണ്ണായി. ഇനിയുണ്ട്. ഇനി എവിടെയാണുള്ളത്? ഇങ്ങനെ താഴോട്ടും ഉണ്ട് ഒന്ന്. അപ്പൊ 13 ആയി. ഇനി എവിടെയാണുള്ളത്? ഇനി ഈ സൈഡിലോട്ടും ആയിട്ട് ഒന്നുണ്ട്. 2 എണ്ണം 14 എണ്ണായി. അപ്പോൾ സ്ക്വയറിന്റെ പ്രത്യേകത മറക്കണ്ട. എന്താണ് പ്രത്യേകത? എല്ലാ സൈഡും ഒരേ നീളമായിരിക്കും. അപ്പോൾ 2 എണ്ണം നേരെ എടുത്തു കഴിഞ്ഞാൽ കുത്തനെയും 2 എണ്ണം എടുക്കണം. ഈ സൈഡിലോട്ടും 2, ഈ സൈഡിലോട്ടും 2, എല്ലാ സൈഡിലും ഒരേ എണ്ണം വീതം എടുക്കണം, എന്നാലേ സ്ക്വയർ ആവുള്ളൂ. അപ്പൊ അങ്ങനെ വീതമല്ല, എല്ലാ സൈഡും ഒരേ നീളമുള്ള ഷേപ്പ്, അതായത് സ്ക്വയർ സമചതുരം എത്ര നമുക്ക് ഇതിനുള്ളിൽ എടുക്കാൻ വേണ്ടി കഴിയും? 14 എണ്ണം എടുക്കാം. അപ്പൊ ഉള്ളിൽ 9, 10, 11, 12, 13, 14 സ്ക്വയറുകളാണ് ഈ ചിത്രത്തിന്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ വേണം നമ്മൾ എണ്ണി നോക്കി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എണ്ണി നോക്കി കണ്ടുപിടിക്കാനും പഠിക്കാം. കാരണം ഇതുപോലെയുള്ള ചോദ്യം പല രൂപത്തിലും വരും. എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ സ്ക്വയറുകൾ ഉള്ളിൽ അടുക്കി വെച്ചു. എന്നിട്ട് അതിൽ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്ന അറിയോ? ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു. ഒരു സ്ക്വയറിന് മാത്രം നിറം കൊടുത്തു. എന്നിട്ട് ആ സ്ക്വയർ ഉള്ളിൽ പെടാത്ത രൂപത്തിൽ എത്ര എണ്ണം കിട്ടുമെന്ന് ചോദിച്ചു. ഈ സ്ക്വയർ കൂട്ടാതെ ഈ സ്ക്വയർ ഉള്ളിൽ പെടാത്ത രൂപത്തിൽ എത്ര സ്ക്വയറുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ചോദിക്കും. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ചെറുതുണ്ട്. ഇത് കൂട്ടാൻ വേണ്ടി പറ്റില്ല, ഇതുള്ളിൽ വരാൻ തന്നെ പാടില്ല. 8 എണ്ണം. പിന്നെ 9ാമത്തെ എന്ന് പറഞ്ഞിട്ട് ഈ വലിയ സ്ക്വയർ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാണുന്നതാ, ഇതിന്റെ ഉള്ളിലുള്ളതാണിത്. ഇത് ഉള്ളിൽ പെടാൻ പാടില്ല. ഇതുള്ളിൽ പെടാത്ത രൂപത്തിൽ എത്ര എണ്ണം കിട്ടുന്നതാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ 8 എണ്ണമായി. പിന്നെ 9ാമത്തെ എവിടെയാണുള്ളത്? പിന്നെ 9ാമത്തെ ഇവിടെയാണുള്ളത്. ഇതെടുക്കാൻ വേണ്ടി പറ്റും, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമൊന്നുമില്ല, ഫുള്ള് ഷെയ്ഡ് ചെയ്യാത്തതാ. ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലല്ല വരുന്നത്. അപ്പോൾ ഇത് എത്ര എണ്ണമായി? 9ാമത്തതായി. അപ്പൊ 8 എണ്ണം, ഇത് 9. പിന്നെ അതുപോലെ ഇങ്ങോട്ടും ഒന്നെടുക്കാൻ വേണ്ടി കഴിയും 10. പിന്നെ ഇതെടുക്കാൻ വേണ്ടി കഴിയും 11. അപ്പൊ എത്ര നമുക്ക് ഇതിൽ എടുക്കാൻ വേണ്ടി കഴിയുന്നത്? ഇതുപോലെ ഷെയ്ഡ് ചെയ്തൊരു ഭാഗം തന്നിട്ട് അതിനുള്ളിൽ പെടാത്ത രൂപത്തിൽ എത്ര എടുക്കാൻ വേണ്ടി കഴിയും? നമുക്ക് 11 തന്നെ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ സ്ക്വയർ എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇതെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ വരും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം. അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം വരാത്ത രൂപത്തിൽ എത്ര എടുക്കാൻ വേണ്ടി കഴിയും? അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇതേ ചോദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രം ആ ട്രിക്ക് ഉപയോഗിക്കാം, പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ? ഇതുപോലത്തെ വലിയ ചിത്രമൊക്കെ തന്നു കഴിഞ്ഞാൽ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുത്തി ചോദിക്കുമ്പോൾ എണ്ണി തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ എണ്ണി കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി LSS ചോദ്യം വന്നാൽ നമ്മൾ തെറ്റിക്കൂല അല്ലേ? അപ്പോൾ ഇതുപോലെ പല രൂപത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന, നമ്മൾ മാർക്ക് കളയുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വീണ്ടും പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഷോർട്സ് ആയിട്ടും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതും കാണാം. പിന്നെ ലൈവായിട്ട് വന്നിട്ട് എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ലൈവുകൾ കൃത്യം 7 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇജിപ്പോണ്ട് ഈ ചാനൽ തന്നെ ആയിരിക്കും. ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഈ വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൻ്റെ റിമൈൻഡറും ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ അയച്ചു തരും. അതിന് താഴെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി മെറ്റീരിയൽസും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അതിൽ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൽ നമുക്ക് എന്തായാലും ഈ LSS നേടാം. നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.